നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വിഷയം തൊപ്പി തന്നെയാണ്. ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ, അധികം ലെങ്തി ആവാതെ നോക്കാം. തൊപ്പിയുടെ വിഷയം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ മെയിനായിട്ട് എയിം ചെയ്തിട്ടുള്ളത് ടീനേജേഴ്സിൻ്റെ അമ്മമാരോടും അച്ഛന്മാരോടും, അതായത് രക്ഷിതാക്കൾക്കാണ്. കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രായമായിട്ടില്ല, പക്വതയായിട്ടില്ല. അതുകൊണ്ടാണ് അവരെ കുട്ടികൾ എന്നുള്ളത് വിളിക്കുന്നത്. ടീനേജിൽ പ്രത്യേകിച്ച് ടീനേജിലൊക്കെ ചെറിയ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വ്യതിചലിക്കാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ ആ വീഡിയോയ്ക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് പ്രതീക്ഷിച്ചെങ്കിലും എനിക്ക് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടി. ബിഗ് താങ്ക്സ് ഉണ്ട്. ഈ ഒരു വീഡിയോയിലും എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷനിൽ ഉന്നത പോലീസ് അധികാരികൾ അല്ലെങ്കിൽ സർക്കാർ നിയമോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വിഷയം, വീഡിയോ എന്നല്ല ഞാൻ പറയുന്നത്, ഈ വിഷയം ദയവ് ചെയ്ത് അവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക. കാരണം നാളെ നമ്മളുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും സോഷ്യൽ സ്പേസിൽ, അതായത് പുറത്തിറങ്ങി നടക്കുന്ന പോലെ സോഷ്യൽ സ്പേസിലും ഇടപെടേണ്ടി വരും. ആർക്കും വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്നിട്ട് ഒരു ക്യാമറയോ മൊബൈലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സോഷ്യൽ മീഡിയ, ഈ ലോകം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവർക്കത് ഉപയോഗിക്കുന്ന സമയത്ത് ചില ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ്, ഞാൻ അങ്ങനത്തെ ആ വേർഡ് തന്നെ ഇവർ ഉപയോഗിക്കുന്നു, സാമൂഹിക വിരുദ്ധരാണ് ഈ തൊപ്പീൻ്റെ ഈ ഒരു ആ ഒരു സംഘം. ഈ ഒരു ഗ്യാങ് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ആണ്. ഇവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇവരെയും ഇവരുടെ വീഡിയോസും ഇവരുടെ കൺവട്ടത്ത് പോലും, നമ്മളുടെ കുട്ടികൾ ഇവരുടെ കൺവട്ടത്ത് പോലും എത്താത്ത രീതിയിൽ ഇവന്മാരെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടിട്ടെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ബന്ധപ്പെട്ടുള്ള അധികാരികളിലേക്ക് എത്തിക്കുക. ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ തംബ്നെയിലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹനാൻ ഷാൻ്റെ ഒരു പേര് ഞാൻ എടുത്തിട്ടുണ്ട്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ ക്വിക്കായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ തൊപ്പിയുടെ വിഷയം ആദ്യം ചെയ്ത സമയത്ത്, ഞാനാണ് ആദ്യം ചെയ്ത വ്യക്തികളിൽ പെട്ട ഒരാൾ. ഈ വിഷയം ചെയ്ത സമയത്ത് ഇതിനടിയിൽ ഹനാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് കണ്ടിരുന്നു, ഫുൾ സപ്പോർട്ട് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഷമീറിന് ഒരു സപ്പോർട്ട് കൊടുത്തു കണ്ട്. അപ്പം എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അത് ഹനാൻ്റെ ഒറിജിനൽ ഐഡിയ ആണ്, ഹനാൻ്റെ ഫേക്ക് ഐഡിയ എന്നുള്ളത്. ഏകദേശം 30 മിനിറ്റിനുള്ളിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കോൺടാക്ട് ചെയ്ത് കമൻറ്റ് ഇട്ടതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനൊരു തെറ്റ് തിരുത്തിയിട്ടുണ്ട്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അതിൽ ഹനാൻ്റെ ഒറിജിനൽ ഐഡിയ അല്ല, ഒരു ഫേക്ക് ഐഡിയ. ഞാൻ അപ്പം തന്നെ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അത് ട്രിം ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്ന് വീണ്ടും ഈ ഒരു വിഷയത്തിൽ ജെന്വിനായിട്ട് ഹനാൻ ഷാൻ്റെ ഒരു പേര് ഈ തൊപ്പി വിഷയത്തിൽ അനാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത് വരാനുണ്ടായത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഹനാനായിട്ട് കണക്റ്റഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വിഷയം, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്ലീസ് ഒന്ന് അവരിലേക്ക് എത്തിക്കുക. ഞാൻ മഞ്ചേരിയാണ്, ഹനാൻ നിലമ്പൂരാണ്. ഹനാൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ മഞ്ചേരിയാണ്, നമുക്കറിയാം ഇവരെവിടെയാണ് എന്താണെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്നലെ ഷമീർ ലൈവിൽ വന്നിട്ട് ചില കാര്യങ്ങൾ തൊപ്പി കമൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. എനിക്കതിലൊരു അതിശയവും തോന്നിയില്ല. കാരണം വെച്ചാൽ സ്ത്രീകളെ എങ്ങനെ ഏറ്റവും മോശമായ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ, ഏറ്റവും മോശമായ ഭാഷയിൽ വർണ്ണിക്കാൻ പറ്റുമോ, അവരെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ തൊപ്പിയും കൂട്ടങ്ങളും. ഇവർ ഒറ്റപ്പെട്ട ആൾക്കാരായിരിക്കില്ല, ഒരുപാട് പേരുണ്ടായിരിക്കും. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർ ചെയ്ത കാര്യങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഓരോ സ്ട്രീമേഴ്സിനുണ്ട്. അതിപ്പോൾ ലീഗലായിക്കോട്ടെ ആരുമായിക്കോട്ടെ, യു ഗൈസ് ആർ റെസ്പോൺസിബിൾ. കാരണം നിങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ ഒരു ലൈവ് ചെയ്യുന്ന ലൈവ് പ്ലാറ്റ്ഫോം ഇക്കോ സിസ്റ്റത്തിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു അപരാധം ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് ദ റെസ്പോൺസിബിലിറ്റി. ആ ഒരു ഓണർഷിപ്പ് ഏറ്റെടുത്തിട്ട് അത് തിരുത്താനും, അത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ പല കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. അവർ വരുന്നു ഇത് യൂട്യൂബേഴ്സിന് മൊത്തം ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇവരുടെ കൂടെയുള്ള ആളായതുകൊണ്ട് ആ ഗ്യാങ്ങിനെ വിലക്കേണ്ടതും അവരെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നത് അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് ഞാൻ പറയാം. ക്ലിപ്പും കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം ഹനാൻ നിയമ നടപടിയായിട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് പ്രചരിപ്പിക്കാൻ പറ്റിയ ക്ലിപ്പല്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്ന് വീണ്ടും അത് പ്രചരിപ്പിക്കാൻ പറ്റിയ ക്ലിപ്പല്ല. ബിക്കോസ് നമ്മളുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളെക്കുറിച്ച് ഇതുപോലെ വളരെ മോശമായിട്ടുള്ള, വളരെ രീതിയിലായിട്ടുള്ള ഒരു സംഭാഷണം ഒരാൾ ചെയ്തെങ്കിൽ അത് പിന്നീട് അത് പ്രചരിക്കുന്നതും അത് അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇതൊക്കെ ഹനാൻ്റെ വ്ളോഗിൽ വരുന്ന ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരാണ്. അവർക്ക് വീട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ആലോചിച്ചറിയുന്നുള്ളൂ. എൻ്റെ വ്ളോഗിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ വന്നു, നാട്ടുകാർ അവരെ പറ്റി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഐ ഹവ് ഗോട്ട് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ദാറ്റ് ലേഡി. ആ ലേഡീനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. ഹനാൻ ഇവിടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ന്യൂസ് ഞാൻ കണ്ടു. നിങ്ങളിപ്പോൾ ന്യൂസിൽ കാണുന്നത് ഞാൻ പറയാം. തൊപ്പി ഗ്യാങ്ങിനെതിരെ ഹനാൻ ഷാ നീക്കം ചെയ്ത വീഡിയോ പങ്കുവെച്ചാൽ നിയമ നടപടി എന്ന് പറഞ്ഞിട്ട്, അതായത് അവർ വ്ളോഗ് എടുക്കുന്ന സമയത്ത്
അവർ ഒരു വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ വ്ളോഗിന് റിയാക്ട് ചെയ്യുമ്പോൾ വളരെ വൾഗറായിട്ടുള്ള എക്സ്ട്രീം വൾഗാരിറ്റിയിലുള്ളൊരു കമൻ്റാണ് അവരുടെ സുഹൃത്തിൻ്റെ ഭാര്യനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ളത്. എനിക്കത് ഞാൻ പറഞ്ഞ എനിക്കതിൽ ഒരു ഞെട്ടലുമില്ല. ബിക്കോസ് അവർ ഇതിലേറെ മോശമായിട്ടുള്ള രീതിയിലാണ് ഓരോ സ്ത്രീകളെയും പറഞ്ഞിട്ടുള്ള ഓരോ സ്ത്രീകളെ നോട്ടവും ആക്ഷനും ആംഗ്യങ്ങളും കാര്യങ്ങളും സംസാരമൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഐ വാസ് ഹെൽപ്ലെസ്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് ഞാൻ തൊപ്പിക്കെതിരെ സംസാരിച്ചിട്ട കാര്യം കൊണ്ട് തന്നെ എൻ്റെ വീഡിയോക്ക് ഒരുപാട് റിപ്പോർട്ട് വന്നാൽ എനിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് കിട്ടിയാണ്. അറഞ്ചം പുറഞ്ഞും തെറിയ വന്നിട്ടില്ല. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാൻ അന്നും ചിന്തിച്ചിട്ടില്ല, ഇന്നും ചിന്തിച്ചിട്ടില്ല, വീണ്ടും പറയുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു സംഭവം അവർക്ക് ചെയ്യും എന്നുള്ള അറിഞ്ഞുകൊണ്ട് എനിക്ക് വലിയൊരു അതിശയമൊന്നുമില്ല. കാരണം അവരുടെ മുന്നിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു മെറ്റീരിയൽ ഓഫ് സെക്സ് മാത്രമാണ്. ലൈംഗികത മാത്രം കാണുന്ന സ്ത്രീകളിൽ കാണുന്ന ഒരു കൂട്ടം ആൻറ്റി സോഷ്യൽ എലിമെൻസ് ആണ്. ഇന്നിപ്പോൾ അവർക്കെതിരെ ലഹരിയുടെ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, തൂഫാൻ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അവിടെയും ഇവിടെ അടിച്ചിട്ട് കാര്യമില്ല. ഇത് ആദ്യം നാളെ രാവിലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്തിക്കേണ്ടത് ഇവരിലേക്കാണ്. You should make sure, the government police department should make sure that അവരുടെ ഒന്നും അക്കൗണ്ടുകളിൽ നിന്ന് യൂട്യൂബിൻ്റെ ഒരു അക്കൗണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും അവരുടെ ഒരു വീഡിയോ പോലും പുറത്ത് വരാൻ പാടില്ല. ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹനാൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വന്നിട്ടുണ്ട്. ഇന്നലെ എന്നെയും എൻ്റെ കൂട്ടുകാരെയും കുടുംബത്തെയും ലക്ഷ്യമാക്കി ഒരു യൂട്യൂബ് ലൈവിൽ ഉപദ്രവം, അധിക്ഷേപം, സ്ത്രീകൾക്ക് നേരെയുള്ള അപകീർത്തിപരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ നൽകിയ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനാൽ നീക്കം ചെയ്യപ്പെട്ടു. ഡയറക്ടർ അവരുടെ വീഡിയോ പോയി. ഇപ്പോൾ അതേ ലൈവിലെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന റീൽസ്, ഷോർട്സ്, ക്ലിപ്സ്, റീപോസ്റ്റ്സ്, ഇതിനെ സംബന്ധിച്ചുള്ള റിയാക്ഷൻസ് തുടങ്ങിയവ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കോണ്ടന്റ് സൃഷ്ടിക്കുകയോ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, അക്കൗണ്ട് ടേക്ക് ഡൗൺസ്, പ്ലാറ്റ്ഫോം ആക്ഷൻസ് എന്നിവയ്ക്കൊപ്പം അപകീർത്തിപ്പെടുത്തൽ, ഡിഫമേഷൻ, സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ, സൈബർ ഉപദ്രവം, വ്യക്തിഹത്യ, സ്വകാര്യത ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും BNS ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെയും ബാധകമായ വകുപ്പുകൾ പ്രകാരമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരാം. നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ദയവായി നീക്കം ചെയ്യുക. നന്ദി. നേരിടേണ്ടി വരാം. ഇവിടെയാണ് എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത്. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടുമ്പോൾ ടേക്ക് എടുത്തിരുന്ന വീഡിയോ, അപ്പോൾ ഇതിലാണ് പറഞ്ഞതെന്നുള്ള എനിക്കറിയില്ല, ഈ വീഡിയോയിൽ പറഞ്ഞതെന്നുള്ളറിയാം. ഹനാൻ ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗറാണ്, സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററാണ്, മോർ ദൻ ദാറ്റ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഹനാൻ ഷാസ് ഗോട്ട് എ റെസ്പോൺസിബിലിറ്റി ടു യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റോപ്പ് ദിസ് കൈൻഡ് ഓഫ് നോൺസെൻസ്. ഇതുപോലത്തെ എനിക്ക് ആ ഭാഷ ഇതൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് ഐ എം കണ്ടെയ്നിങ്, ഞാൻ അങ്ങനെ അത്രയും പിടിച്ചിട്ട് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാതെ നോക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഹനാൻ ഷാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവരുടെ കുടുംബത്തെ ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർക്കെതിരെ വളരെ തക്കതായിട്ടുള്ള നിയമ നടപടി പോകേണ്ടത് നിങ്ങളുടെ മതം. ഇപ്പോൾ ഹനാൻ ഷാൻ്റെ ക്യാരക്ടർ ഇതിൽ ഞങ്ങളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഓടുന്ന ഒരു വ്ളോഗാണ് ഹനാൻ ഷാ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം, ഇപ്പം എൻ്റെ വൈഫിനൊക്കെ പുറത്തിറങ്ങുന്ന സമയത്തും മക്കൾക്കും ചെറിയ എൻ്റെ 8 വയസ്സുള്ള മോൾ 8 വയസ്സുള്ള മോൾക്കടക്കം ഹനാൻ ഷാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ. വ്ളോഗ് നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ മനസ്സിലാവും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും കൂടി ആ സമയത്ത്. പിന്നെ ആ പയ്യൻ്റെ സംസാരവും അവൻ്റെ എളിമയും അവൻ്റെ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും പിന്നെ അവൻ്റെ സഹോദരങ്ങളോടാണെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളോടാണെന്നുണ്ടെങ്കിലും വീട്ടുകാരോടുള്ള ആത്മാർത്ഥത, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ വണ്ടി വാങ്ങുമ്പോൾ എല്ലാവരും ഉപ്പാനോടുള്ള എല്ലാം, ഒരു മകൻ എങ്ങനെ, ഒരു സഹോദരൻ എങ്ങനെ എന്നുള്ള കണ്ടീഷനിൽ വളരെ, ഒരു കൂട്ടുകാരൻ എങ്ങനെ എന്നുള്ള ഇതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇവൻ്റെ പെരുമാറ്റങ്ങൾ മാതൃക, എല്ലാവർക്കും ഒരു മോറലാണ്. ഞാൻ അങ്ങനെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയില്ല, ബട്ട് ദാറ്റ് ഈസ് ഹൗ ഐ സീ ദിസ് ഗൈ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ഇങ്ങനത്തെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ആകെ ഭ്രാന്ത്, ദേഷ്യം പിടിച്ചു പോയി. പക്ഷേ ഇതിലൊരു അതിശയമില്ല. കാരണം അവരതിനു വേണ്ടി ജനിച്ചതാണ്. ഈ തൊപ്പി എന്ന് പറയുന്ന ആഭാസം, തൊപ്പി ആൻഡ് അവരുടെ ബാക്കിയുള്ളവർ, ഈ ആഭാസന്മാർ അതിനു വേണ്ടി ജനിച്ചതാണ്. ഇവർ ഇത്രയും കാലം നടത്തിയിരുന്നത് ആ ക്ലോസ്ഡ് റൂമിൽ ഇരുന്നിട്ട് വളരെ സെക്ഷലി അത്രയും മോശമായിട്ടുള്ള റിമാർക്സും ബുള്ളിങ്ങുമാണ് ഈ ലോകത്തുള്ള ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ ചെയ്തിരുന്നത്. ഒരു ബന്ധമില്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള എവിടെയോ ജീവിക്കുക, എന്തൊക്കെയോ പ്രാരാബ്ധങ്ങളായിട്ട് മുന്നോട്ട് പോയി ജീവിക്കുന്ന ആൾക്കാരെ ഒരു ക്ലോസ്ഡ് റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, പണ്ടത്തെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ചുറ്റും നടുക്ക് ഒരു
സ്ത്രീനെയൊക്കെ വിളിച്ച് ഡാൻസ് ചെയ്ത് അതിനെ വൾഗറായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഒരു മോണിറ്ററിനുള്ളിൽ എല്ലാവരെയും ആക്കിയിട്ട് വളരെ അധിക്ഷേപകരമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് അവനിനി എത്ര മാറിക്കഴിഞ്ഞാലും പട്ടട പാല് 12,000 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞിട്ട് തന്നെ ഇരിക്കുള്ളൂ, നൂരില്ല എന്നുള്ള പറഞ്ഞ പോലെ തന്നെയാണ് അവന് നിഹാദല്ല. അവൻ എന്ത് പേര് മാറ്റി അവൻ ഇനിയിപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ വേറെ രീതിക്കായി പോകും. ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും അവനോ ഈ ടീമോ മാറാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കലിങ്കിൻ്റെ അവിടെ വളവിലവിടെ റോട്ടിലെവിടെ എവിടെയെങ്കിലും സാമൂഹ്യ വിരുദ്ധരുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പെങ്ങന്മാരുടെ ഇടയ്ക്ക് ഇതുപോലെ കിടന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുണ്ടും മടക്കി കുത്തി പുറത്തിറങ്ങുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇറങ്ങിയിട്ട് അത് നിർത്തിക്കാൻ കെൽപ്പ് ഉള്ള രീതിയിൽ പോകും. സ്വന്തമായിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകാരെ കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആരെ കൂട്ടിയിട്ടാണെന്ന് നിയമ നടപടി എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അത് നിർത്തിക്കാനുള്ള പരിപാടി ചെയ്യും. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, അതായത് പുറത്തിറങ്ങി നടക്കാൻ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ആ ഒരു ഫ്രീഡം ഉള്ളതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ കംപ്ലീറ്റ് ഫ്രീഡം നമ്മൾ അവർക്കുണ്ട്. അവർക്കും കൂടി അവകാശപ്പെട്ട തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ സ്പേസ്. അപ്പോൾ അത് അവർക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു ഫ്രീഡം നിഷേധിക്കുന്നതായിട്ട് രീതിയിൽ, അത് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള രീതിയിൽ, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട അധികാരികൾക്കും അവർക്ക് ഈ ഒരു സാധനം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഡെഫിനറ്റ്ലി ചെയ്യണം. അപ്പോൾ ഞാൻ ഹനാൻ ഷാൻ്റെനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഈ വീഡിയോ കാണുന്നുള്ള എനിക്കറിയില്ല, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു പോർഷൻ പറഞ്ഞു പറയുക, ഇതിനെതിരെ നിയമ നടപടി എടുത്തിട്ട് അത് പബ്ലിക്കലി പറയണം. മിയർ യു ഡോണ്ട് ടേക്ക് എനി ലീഗൽ ആക്ഷൻ എന്നിട്ട് മിണ്ടാതിരിക്കുക എന്നല്ല. ഇയാളുടെ ഈ ഹനാൻ്റെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ക്ഷമയുള്ള വ്യക്തിയായിട്ട് എനിക്ക് വ്ളോഗിലൂടെ തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. ഒരുപാട് ക്ഷമിച്ചും പരിപാടിയും കാര്യങ്ങൾ, കാരണം പഴയ ആ സ്കൂളിലെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കണ്ട സമയത്തൊക്കെ നമുക്ക് മനസ്സിലായതാണ് കുറച്ച് പാവമായിട്ട് സാധു, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതായിട്ടില്ല. പക്ഷേ അവൻ്റെ കൂട്ടുകാർ ആ കോലത്തിലായിക്കോളണമെന്നില്ല. നിങ്ങൾ അങ്ങനെ ആവരുത്. ഈ ഹനാൻ ഇത് ക്ഷമിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളത് ക്ഷമിക്കരുത് ഒരു കാരണവശാലും. ഇതിനെതിരെ ദയവായി നിയമ നടപടിക്ക് പോയതിന് ശേഷം ഈ നിയമ നടപടി നിങ്ങൾ എന്തെടുത്തു എന്നുള്ളത് സമൂഹത്തിന് മുന്നിൽ കാണിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആസ് എ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവരോട് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ നാട്ടിലെ അമ്മമാരോടും പെങ്ങന്മാരോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരൊറ്റ കാര്യമാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാണ്ടായ കാരണം. ഒരു കാരണവശാലും ഇവന്മാർ ഇതുപോലെ വന്നിട്ട്, ഇവന്മാരെന്നല്ല, ഇതിന് ഞാൻ ബാക്കിയുള്ള സ്ട്രീമേഴ്സിനോടുകൂടി പറയാണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ഇക്കോ സിസ്റ്റമിൽ ഇതുപോലത്തെ ഒരു ആഭാസന്മാർ, ബോറന്മാർ, ഇങ്ങനെ ഒരുത്തൻ നമ്മളെ മലയാളികൾക്കിടയിൽ അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ടതും എക്സ്പോസ് ചെയ്യേണ്ടതും അവരെ എതിർക്കേണ്ടതും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇഫ് ദേ ഹാവ് നോട്ട് ഡൺ ഇറ്റ് വിച്ച് മീൻസ് ദാറ്റ് അവരും അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ ഈ സായിപ്പിൻ്റെയും ഇവരുടെയും തെറിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ്. ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലത്തെ ആൻറ്റി സോഷ്യൽ എലിമെൻസിന് ന്യൂസൻസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല. നമ്മൾ ചുമന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും അറിയോ? നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും നാളെ വഴി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവന്മാരെ കൊണ്ടുപോയി ഉണ്ടാക്കും. ഇന്ന് അത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ, ഇന്നാണെങ്കിലും രാത്രിയാണെങ്കിലും നാളെയാണ് മറ്റന്നാളും ഇവന്മാരൊക്കെ ഇതുപോലെ യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നിട്ട് അസഭ്യവർഷം നടത്തും, അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ഇവർ പ്രചരിപ്പിക്കും. അതൊക്കെ കാണുന്നത് നിങ്ങളുടെ എൻ്റെയൊക്കെ കയ്യിലുള്ള വീട്ടിലുള്ള സ്ത്രീകളും അമ്മമാരും, എൻ്റെ അമ്മ കാണുന്നത്, എൻ്റെ അമ്മ കാണുന്നത്. ഞാൻ അങ്ങനത്തെ വീഡിയോസ് പലപ്പോഴും ഞാൻ പല കേസിലും വീഡിയോസ് ഒരു മോശമായിട്ടുള്ള കോണ്ടന്റ് എടുക്കാത്ത കാരണം എന്താ അറിയാം? എൻ്റെ ആദ്യത്തെ വ്യൂവേഴ്സിൽ പെടും എൻ്റെ അമ്മയും എൻ്റെ അമ്മായിമ്മയും എൻ്റെ ചെറുമ്മമാരൊക്കെ, എൻ്റെ മക്കളുടെ ടീച്ചേഴ്സൊക്കെ ഒരു പെടും. അതുകൊണ്ടാണ് പല സമയത്തും ഞാൻ അതുപോലത്തെ കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യാത്തത്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരുടെ കയ്യിൽ ഫോൺ ഉള്ളിടത്തോളം കാലം ഇത് നിർത്തിയേ പറ്റൂ, ഇത് ശരിയാവില്ല. അങ്ങനത്തെ ആൾക്കാർ ഇനി സോഷ്യൽ മീഡിയയിൽ വേണ്ട എന്നുള്ളത് എനിക്ക് എന്ത് രീതിയിൽ പോകണം എന്നുള്ള അറിയില്ല. ഐ എം ഹെൽപ്ലെസ് ഈ ഒരു കേസിൽ, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എഫക്റ്റഡ് മീ റൈറ്റ് നൗ. ആരെയാണോ ഇത് ബാധിച്ചിട്ടുള്ളത് ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ടേക്ക് എ വെരി സീരിയസ് മെഷർ. ഇത് ചില്ലറ കാര്യമില്ല. ഞാനിതിൽ ബാക്കിയുള്ളവരൊക്കെ കാര്യമായിട്ട് കുറ്റം പറയും. ബാക്കിയുള്ള ഏത് സ്ട്രീമറോ, മാകളോ ഏത് സ്ട്രീമറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് തന്നെ വന്നാലും ശരി, നിങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് ഒക്കെ അറിയുന്ന കാര്യമാണ് ഇവൻ ഇത്രയും ബോറനാണ്, ആഭാസനാണെന്നുള്ളത്. ഇവനായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഈവൻ ഞാൻ എല്ലാവരെയും പറയുന്നു, ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞു, ഇവ എത്രയും വൃത്തികെട്ടവനാണെന്ന് അറിയുന്നതാണ്. ഇവനെപ്പറ്റി എക്സ്പോസ് ചെയ്യണം. ഇവൻ്റെ ലഹരി ബന്ധം, ഗുണ്ടാബന്ധമോ എന്ത് ബന്ധമാണെന്നുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ആൾക്കാരൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വേണ്ട. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.